നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 41ാമത്തെ എപ്പിസോഡോട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാസിനെ ഹാവിനെ പറ്റിയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹാവിൻ്റെയും 7ാമത്തെ പാർട്ടാണ്. സോ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതായത് ഈ എപ്പിസോഡ് 35 മുതലാണ് നമ്മൾ ഹാസും ഹാവും തുടങ്ങിയേക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് കവർ ചെയ്ത് വരുന്നത്. സോ ഇന്ന് നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് തീർക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാവ് തുടങ്ങുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഹാസിൻ്റെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലെയും മിക്സിലെ ഓരോ സെൻറ്റൻസ് എടുത്ത് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തങ്ങ് നിർത്തുകയാണ്. സോ ഓൾമോസ്റ്റ് നമ്മൾ ഹാസിൻ്റെ മീനിങ് വരുന്ന എല്ലാ സെൻറ്റൻസുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി സെൻറ്റൻസുകൾ നമുക്ക് കോൺവെർസേഷൻ വഴി പഠിക്കുന്നതായിരിക്കും നല്ലത്. ബേസ് ആശയം വരുന്ന എല്ലാ ഹാസുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കയറാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹാവിൻ്റെയും മെയിൻ അർത്ഥം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത്, എനിക്കുണ്ട്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, എന്തെങ്കിലും മറ്റുള്ളവർക്കുള്ളത്. ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളൊക്കെ നമ്മൾക്ക് പറയണമെങ്കിൽ ഹാസും ഹാവും വേണം. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഹാസും ഹാവും വേണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാവിൻ്റെ ആ എക്സ്പ്രഷനുകൾ. സോ ഇവയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മളിതെല്ലാം പറയുന്നത്. അതായത് ലൈവായിട്ടുള്ള ആ സമയത്താണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ അതേപോലെ തന്നെ ഹാസ് ഹാവ് ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ്, അതായത് ചെയ്യുന്ന ആൾ ഒരാളാണെങ്കിലാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. അതായത് ഹീയെ, ഷീയെ, ഇറ്റ് എന്നിവ വരുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. ഹാവ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഒരാൾ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയോ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റിയോ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതിലോട്ട് ദേയ്, വിയെ, യുവ് എന്നിവ വരുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഐ നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഐ ആക്ച്വലി ഏകവചനമാണ്, ഞാനെന്നാണ് അർത്ഥം. അത് നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതങ്ങനെ ഫോളോ ചെയ്ത് പോവുക. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ റൂള്. സോ ഹാവിൻ്റെയും ആശയങ്ങൾ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ക്ലിയർ ആകുന്നതായിരിക്കും. നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് വെച്ച് പഠിച്ചാലേ നമുക്ക് ഈ ഗ്രാമർ വൈസ് അല്ല നമുക്ക് സെൻറ്റൻസ് നമ്മുടെ ആശയത്തിലോട്ട് പതിയത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിയത്തുള്ളൂ. പിന്നെ ഈ ഗ്രാമർ സെക്ഷൻ പറയാൻ നിങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിഞ്ഞിരിക്കണം, ഒരു ഭാഷ പഠിക്കുന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത്രയേ ഉള്ളൂ ഉദ്ദേശം. സോ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു റാൻഡം എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ഹാസിൻ്റെ എല്ലാ എപ്പിസോഡിലും നിന്ന് ഓരോന്നെടുത്ത് ഒരേ ആശയമുള്ള എടുത്ത് നമ്മൾ കവർ ചെയ്ത് പോവാണ്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം. ഹി ഹാസ് ലോട്ട് ഓഫ് ലഗേജ് എന്ന് വെച്ചാൽ അവന് ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം അല്ലെങ്കിൽ ട്രെയിൻ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഒരാൾ ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് ഒരുപാട് ലഗേജ് കൊണ്ടുപോകാൻ, ലഗേജ് എന്ന് വെച്ചാൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഹി ഹാസ് ലോട്ട് ഓഫ് ലഗേജ്. അവൻ്റെ കയ്യിൽ ഒരുപാട് ലഗേജ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ആശയമുള്ള സെൻറ്റൻസ് ആണത്. ഹി ഹാസ് ലോട്ട് ഓഫ് ലഗേജ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ലഗേജ് ഉണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണത്. അപ്പോൾ ഹി വന്നതുകൊണ്ടാണ് ഹാസ് വന്നത്. ഉണ്ട് എന്ന് കൊടുക്കാനും കൂടെയാണ് അവിടെ ഹാസ് വന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹാസിൻ്റെ ഒരു ആശയം. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. കെവിൻ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് പ്രോജക്റ്റ് ബിഫോർ ദ ടാർഗറ്റഡ് ഡേറ്റ്. കെവിൻ അവൻ്റെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും വർക്കിലെ പ്രോജക്റ്റ് ആയിരിക്കാം. കെവിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണെന്ന് കരുതുക. കെവിൻ അവൻ്റെ പ്രോജക്റ്റ്, അത് ടാർഗറ്റഡ് ഡേറ്റ് എന്ന് വെച്ചാൽ പ്രോജക്റ്റ് ചെയ്ത് തീരേണ്ട ആ സമയത്തിനുള്ളിൽ അവനത് ചെയ്ത് തീർത്തു എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. കെവിൻ ഹാസ് കംപ്ലീറ്റഡ് എന്ന് വെച്ചാൽ തീർത്തു. ഹിസ് പ്രോജക്റ്റ്, അവൻ്റെ പ്രോജക്റ്റ് ബിഫോർ ദ ടാർഗറ്റ് ഡേറ്റ്. ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്, ടാർഗറ്റ് ഡേറ്റിൻ്റെ മുമ്പ് അവൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തെന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ കെവിൻ വന്നതുകൊണ്ടാണ് ഹാസ് വന്നത്, ഒരാളെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് വളരെ ഈസി. കെവിൻ എന്ന് നിങ്ങൾക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. ആ ഒരു ആശയമാണ് ഉള്ളത്. ജസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അതേപോലെ തന്നെ ഈ സെൻറ്റൻസിൽ നമ്മൾ ഗ്രാമാറ്റിക്കലി പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നതിൻ്റെ തൊട്ട് ഇതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. സോ ജസ്റ്റ് പറയുന്നതിനുള്ള വേർഡ് പരിചയമായിരിക്കും. അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് പ്രീവിയസ് 2 എപ്പിസോഡിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ അറിയാം. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഷുവറാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഷുവറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഹാസും ഹാവും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷുവറായിട്ടുള്ള കാര്യമാണ്. ഹി ഹാസ് കംപ്ലീറ്റഡ്, എനിക്കറിയാം, അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് പ്രോജക്റ്റ് ബിഫോർ ദ ടാർഗറ്റായിട്ടുള്ള ഡേറ്റിന് മുന്നിൽ അദ്ദേഹം പ്രോജക്റ്റ് ചെയ്യുന്നത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേപോലെ ഇത് പറഞ്ഞതിൻ്റെ കൂട്ടി ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാകാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ട് കൂടെയാണ്, നമ്മുടെ കമ്പനിയുടെ ആളാണ്. അപ്പോൾ നമുക്കൂടെ അത് പ്രയോജനമുള്ളതാണ്. സോ അദ്ദേഹം ചെയ്ത പ്രവൃത്തി നമുക്കൂടെ പ്രയോജനമുണ്ട്. ഇപ്പോൾ ഈ കറണ്ടിൽ അങ്ങനെ ആശയം വരുന്ന സെൻറ്റൻസുകളെയാണ്, അതായത് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ കണ്ട പ്രവൃത്തി, അനുഭവിച്ച പ്രവൃത്തി, അതിപ്പോഴും കറണ്ടിൽ നമുക്കെന്തെങ്കിലും പ്രയോജനമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും എഫക്റ്റോ ഉണ്ടെങ്കിലാണ് അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിനൊരു റൂളുണ്ട്. അതായത് ഹാസും ഹാവും കഴിഞ്ഞിട്ട് എല്ലാ സെൻറ്റൻസിലും ഹാസും ഹാവും കഴിഞ്ഞിട്ട് വെർബിൻ്റെ V3 ഫോമാണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും നമ്മൾ ചേർക്കുന്നത്. അതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ സെക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് കേട്ടു പോകുക, അത്രേ ഉള്ളൂ. അതായത് ഹാസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റഡ് എന്ന് കണ്ടില്ലേ, കംപ്ലീറ്റഡ്, അത് വെർബിൻ്റെ വെർബിൻ്റെ V3 ഫോമാണ്. കംപ്ലീറ്റ് എന്താണ് അതിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കംപ്ലീറ്റഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് കംപ്ലീറ്റിൻ്റെ. ജസ്റ്റ് കേട്ട് പോവാം, ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ജസ്റ്റ് ലീവ് ഇറ്റ്. അതായത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇത്രയും പരിജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സെൻറ്റൻസ് വെച്ച് റിവൈസ് പോകേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത സംഭവം ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അതേപോലത്തെ ഒരു സെൻറ്റൻസാണ് ഹി ഹാസ് കാൾഡ് മീ. എന്ന് വെച്ചാൽ അവൻ എന്നെ വിളിച്ചു എന്നാണ് അർത്ഥം. അവൻ എന്നെ വിളിച്ചു, ഒന്നെങ്കിൽ അവൻ എന്നെ ഫോൺ ചെയ്ത് കാണും, അല്ലെങ്കിൽ എന്നെ ദൂരെ നിന്ന് വിളിച്ച് കാണും. അത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഹി ഹാസ് കാൾഡ് മീ, അവൻ എന്നെ വിളിച്ചു എന്നൊരു സെൻറ്റൻസ് ആണത്. അതും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹി വന്നുകൊണ്ടാണ് ഹാസ് വന്നത്. കാൾഡ് എന്ന് വെച്ചാൽ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഹി ഹാസ് കാൾഡ് മീ, അതൊരു ഉറപ്പുള്ള കാര്യമാണ്. അവനെ വിളിച്ചു, ഞാൻ അതിൻ്റെ കൂട്ടുകാരനോട് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ അതിനാണ് ഹാസും കൂടെ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ആശയം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഉറപ്പുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടിയാണ് നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ആശയവും അങ്ങനെ തന്നെയാണ്. കൺഫേം ആയിരിക്കും, എല്ലാം നടന്ന കാര്യങ്ങളായിരിക്കും മൊത്തം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഹി ഹാസ് ടു റൈറ്റ് എ റിപ്പോർട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ഇത്രയും നേരം പറഞ്ഞ ഒരു അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹാസിൻ്റെ ഒരു വേറെ പ്രയോഗമാണിത്. അതായത് ഹാസും ടൂവും കൂടെ നമ്മൾ ചേർത്ത് പറഞ്ഞാൽ, അത് എന്തെങ്കിലും അർജൻറ്റായിട്ട് അത് ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ആശയമാക്കുന്നത്. അതായത് ചെയ്യുന്ന ആളത് ചെയ്തേ പറ്റത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ആശയമാണ് ഹാസിൻ്റെ കൂടെ ടു വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഹി ഹാസ് ടു റൈറ്റ് എ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അവന് ആ റിപ്പോർട്ട് എഴുതേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് എന്നാണ് അത് ആശയം വരുന്നത്. സോ അപ്പോൾ അവിടെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഹി ഹാസ് ടു റൈറ്റ് എ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതിലോട്ട് ആശയം വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഏത് സെൻറ്റൻസിലൂടെ ഹാസ് ടു വന്നാലും അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ചെയ്യുന്ന ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനിപ്പം അതായത് അദ്ദേഹത്തിന് ആ റിപ്പോർട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അർജൻസിയാണ്, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉള്ളിടത്താണ് ഹാസ് ടു ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആശയം വന്നിരിക്കുന്നത് ഹി ഹാസ് ടു റൈറ്റ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ അവന് അത് എഴുതേണ്ടതായിട്ട് ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അത് അർജൻറ്റാണ്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഹി ഹാസ് ടു റൈറ്റ് റിപ്പോർട്ട് എന്നുള്ള ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവന് ആ റിപ്പോർട്ട് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാസ് ടു നമ്മളിവിടെ കണ്ടാലും ഉദ്ദേശിക്കണോ അത് ചെയ്യേണ്ട കാര്യമാണ്, അതിലൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ട്, മറഞ്ഞു കിടപ്പുണ്ട്. സോ അത് നമ്മൾ ഊഹിച്ചെടുത്തോണം, മനസ്സിലാക്കിയെടുത്തോണം. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇതേപോലത്തെ ഒരു സെൻറ്റൻസാണ് ജോസ് ഹാസ് ടു ഗെറ്റ് അപ്പ് ഏർലി. ജോസിന് രാവിലെ എണീക്കേണ്ടതുണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ജോസ് ഹാസ് ടു ഗെറ്റപ്പ് ഇയർലി. ഗെറ്റപ്പ് എന്ന് വെച്ചാൽ എഴുന്നേക്കുക, ഇയർലി എന്ന് വെച്ചാൽ നേരത്തെ, വെളുപ്പിനെ നേരത്തെ എണീക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുത്തോണം. അതുകൊണ്ടാണ് അവിടെ ഹാസ് ടു വന്നത്. ജോസ് ഹാസ് ടു ഗെറ്റപ്പ് ഇയർലി. ജോണിന് ദിവസേന നേരത്തെ എണീക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഹാസ് ടു വന്നത് അതായത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, എണീച്ചേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ആശയം കൊടുക്കാനാണ് ഹാസിൻ്റെ കൂടെ നമ്മൾ ടു ചേർക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡോണ്ട് വറി. ഇപ്പോൾ ഹാസ് ടുവിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഹാസ് ടുവും ഹാവ് ടുവിന് സെയിം ആശയം എന്താണ്, റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഹാസ് ടുവിനും ഹാവ് ടുവിനും. നമ്മൾ ഹാവ് ടുവിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ പറയും. അതേപോലെ നമ്മൾ സെപ്പറേറ്റ്
എപ്പിസോഡ് തന്നെ എടുക്കുന്നതായിരിക്കും. ഹാസ് ടുവിൻ്റെയും ഹാവ് ടുവിൻ്റെയും എല്ലാ എക്സാമ്പിൾ സെൻറ്റൻസും കൂടെ ചേർത്ത് നിങ്ങളെ ക്ലിയർ ആക്കി വിടുന്നതായിരിക്കും. ഒരിക്കലും ഡൗട്ട് ആകാത്ത രീതിയിൽ എക്സാമ്പിൾ സെൻറ്റൻസ് മാത്രം എടുത്ത്. സോ നമ്മളിപ്പം ജസ്റ്റ് ഹാസിനെ പറ്റി ഇങ്ങനെ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് പോവുകയാണ് സെൻറ്റൻസുകളുടെ. നമുക്ക് പിന്നീട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും, വേറെ കോൺവെർസേഷനുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. സോ അന്നേരം നമുക്ക് പിടികിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഹാസിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ്. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ജോസ് ഹാസ് ന്യൂ ബുക്സ്. ഇത് നമ്മൾ ഒരു നോർമൽ സെൻറ്റൻസ് ആണ്. ജോസിന് പുതിയ ബുക്കുകളുണ്ട്. ജോസ് ഹാസ് ന്യൂ ബുക്സ്. ജോസിന് പുതിയ ബുക്കുകളുണ്ടെന്നാണ് അത് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, അല്ലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട്, ജോസ് വന്നതുകൊണ്ടാണ് ഹാസും വന്നത്. അപ്പോൾ തന്നെ ആ തൊട്ട് താഴത്തെ സെൻറ്റൻസ് ചോദിക്കണം. ഞാൻ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നിർമ്മിച്ചേക്കുവാണ്. നോക്കിക്കോണം. ഡസ് ജോസ് ഹാവ് ന്യൂ ബുക്സ്? ജോസിന് പുതിയ ബുക്കുകളുണ്ടോ? ഡസ് ജോസ് ഹാവ് ന്യൂ ബുക്സ്? അങ്ങനൊരു റിക്വസ്റ്റ് ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മളെപ്പോഴും ചോദിക്കാറില്ല അവനുണ്ടോ, ഇതുണ്ടോ, ആർ യു ഫ്രീ, നീ ഫ്രീ ആണോ? ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യം ഉണ്ട് എന്ന ഉദ്ദേശത്തിലെ രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളെന്ന് പറയുന്നത്. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ പറയുന്നത് ഡസ് ജോസ് ഹാവ് എ ന്യൂ ബുക്സ്? ജോസിന് പുതിയ ബുക്കുകളുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ തൊട്ട് പ്രീവിയസ് ഉള്ള സെൻറ്റൻസിൽ നിന്ന് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസായിട്ട് എടുക്കാം. ഒരു കോൺവെർസേഷനായിട്ട് പറഞ്ഞാൽ ജോസിന് പുതിയ ബുക്കുകളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുവാണ് ഡസ് ജോസ് ഹാവ് ന്യൂ ബുക്സ്? ജോസിന് പുതിയ ബുക്കുകളുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഹാവ് ആണ് ചേർത്തേക്കുന്നത്, അതേപോലെ ഹാവ് ആണ് ചേർക്കുന്നത്. എന്തുകൊണ്ടാണ് ഹാവ് ചേർത്തേക്കുന്നത് വെച്ചാൽ ഡസ് യൂസ് ചെയ്തുകൊണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഹാസ് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് തൊട്ട് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഹാസ് ജോസ് ന്യൂ ബുക്സ്. സെയിം ആശയം തന്നെയാണ്. ജോസിന് പുതിയ ബുക്കുകളുണ്ടോ? നമുക്ക് ഹാസ് വെച്ച് നമുക്ക് ഡയറക്റ്റ് അതേ സെൻറ്റൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഹാസ് എടുത്ത് ഫസ്റ്റ് ചേർത്താൽ മതി. പക്ഷേ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല നോർമലി ഇംഗ്ലീഷിൽ. കാരണം നേറ്റീവ് സ്പീക്കേഴ്സ് നോർമലി ഡസ്സും ഡൂം വെച്ചാണ് പൊതുവെ റിക്വസ്റ്റുകളും ഇതേപോലെ ഞാൻ പറഞ്ഞില്ല ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, അതായത് ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് മറ്റുള്ളവർ ഇൻഫർമേഷൻ അറിയാനുള്ള ആഗ്രഹത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഫോർമാറ്റ് ചെയ്യുന്നത് ഡൂവും ഡസ്സും വെച്ചാണ്. അതേപോലെ ഡൂവും ഡസ്സിൻ്റെയും ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് റിക്വസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു മെയിൻ ഫംഗ്ഷനാണ് ഈ ഡൂവിനും ഡസ്സിനും ഇംഗ്ലീഷിലുള്ളത്. കാരണം അത് മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് വെർബുകളാണ് അതൊക്കെ. സോ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ആദ്യം വരുന്ന വെർബുകളാണ് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഗ്രാമാറ്റിക്കലി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും നോർമലി എല്ലാ ആൾക്കാരും പ്രസൻറ്റ് ടെൻസിലാണ് സംസാരിക്കുന്നത്. നമ്മൾ മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത്? വളരെ സിമ്പിൾ ലാംഗ്വേജിലും പ്രസൻറ്റ് ടെൻസിലും നമ്മളെപ്പോഴും മലയാളം സംസാരിക്കുന്നത്. ഈവൻ കഴിഞ്ഞ കാര്യങ്ങൾ പോലും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും. അത് പറഞ്ഞ് നമ്മൾ ഫലിപ്പിക്കുന്നു. അതേപോലെയുള്ള ഇംഗ്ലീഷും മാക്സിമം ഈ പാസ്റ്റ് ടെൻസിൽ നടന്ന കാര്യമായാലും ഫ്യൂച്ചർ ടെൻസിൽ നടക്കാൻ പോകുന്ന കാര്യമായാലും നമ്മളൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് വ്യക്തികൾ സംസാരിക്കാറുള്ളൂ. അതേ ഉള്ളൂ ഇതിൻ്റെ ബിഹൈൻഡിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഞാൻ ഗ്രാമാറ്റിക്കലി പറഞ്ഞുള്ളത് ഗ്രാമർ പഠിക്കുന്നവർ, ഭാഷ നിർമ്മിച്ചവർ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഗ്രാമാറ്റിക്കലി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വശം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലാംഗ്വേജാണ്. നമ്മൾ മലയാളം അങ്ങനെ സംസാരിക്കുന്നു അതേപോലെയുള്ള ഇംഗ്ലീഷ് സംസാരിച്ച് വരുന്നത്. സോ ഇപ്പോൾ നോർമലി അവർ യൂസ് ചെയ്യുന്നത് ഡസ്സും ഡൂവും വെച്ചാണ് അവർ മോസ്റ്റ്ലി ഇങ്ങനത്തെ ടൈപ്പുകൾ ഉണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ബേസ് അത് നമ്മുടെ ഫസ്റ്റ് മെയിൻ വെർബുകൾ എന്ന് പറയും. അതായത് ഡൂവും ഡസ്സും വെച്ചൊക്കെയാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവയൊക്കെ വെച്ചാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചോദിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സെക്ഷൻ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കൂടുതൽ എക്സാമ്പിളിലോട്ട് ഡെയിലി കോൺവെർസേഷൻ്റെ കൂടുതൽ എക്സാമ്പിളിലോട്ട് പോകുമ്പം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മളിങ്ങനത്തെ ഒരുപാട് സെൻറ്റൻസുകൾ എടുക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗട്ടില്ലാതെ കവർ ആകുന്നതായിരിക്കും. സോ അപ്പോൾ ഇവിടെ പറയുന്നത് ഡസ് ജോസ് ഹാവ് ന്യൂ ബുക്സ്? നിങ്ങൾ അങ്ങനെ ചോദിച്ച് പഠിക്കുക, അങ്ങനെ ചോദിച്ച് ശീലിക്കുക. ഡസ്സും ഡൂവും വെച്ച് മാക്സിമം ചോദിക്കാൻ ശ്രമിക്കുക. ഇതേ ആശയം വരുന്നത് സെൻറ്റൻസുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സും കൂടുതലും ഡസ്സും ഡൂവും വെച്ചായിരിക്കും പറയുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലോ നമ്മളും അങ്ങനെ തന്നെ ശീലിക്കുക. ഇംഗ്ലീഷിൽ നമുക്കും അതായിരിക്കും എളുപ്പം. ഹാസ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലെന്നല്ല, ഹാസും ഹാവും വെച്ച് ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻട്രോഗേറ്റീവ് ടൈപ്പിലുള്ള ഒരുപാടുണ്ട്. നമ്മളത് എടുക്കുന്നതായിരിക്കും. ഡെയിലി ടോക്കിൽ നമ്മളൊരു കോൺവെർസേഷൻ പറഞ്ഞു എടുക്കുമ്പോഴേ നമുക്കത് മനസ്സിലോട്ട് പതിയത്തുള്ളൂ. അത് എടുക്കാനൊരു ത്രില്ലിങ്ങേ ഉള്ളൂ. നിങ്ങൾക്ക് കേൾക്കുവാനും അതൊരു ത്രില്ലിങ്ങേ ഉള്ളൂ. ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ത്രില്ലിങ് ഇല്ലാതായിപ്പോവും. കാരണം നമ്മൾ ഹാസിൻ്റെ എപ്പിസോഡ് എടുക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വേറെ രീതിയിൽ ആ എപ്പിസോഡ് എടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഡസ് വെച്ച് എന്തുകൊണ്ടാണ് ചോദിച്ചത്? ഹാസിന് പകരം നമ്മൾ ഡസ് ഉപയോഗിച്ചു. ഡസ് ജോസ് ഹാസ് ന്യൂ ബുക്ക്?
അതുകൊണ്ട് നമ്മൾ ഹാസിന് പകരം ഡസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പുറത്ത് നമ്മൾ ഹാവ് ആണ് വിചാരിച്ചത്. അതങ്ങനെയാണ് ഇംഗ്ലീഷ് റൂള്. അതങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് കുറേ എടുത്തു കഴിയുമ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ അതിൻ്റെ ഗ്രാമറ്റിക്കൽ സെക്ഷൻ ഇപ്പോൾ പറയുന്നില്ല. സോ അതങ്ങനെ പഠിച്ചു ചോദിക്കുമ്പോൾ അതങ്ങനെയാണ് സംഭവം. അപ്പോൾ ഡസ് ജോസ് ഹാവ് ന്യൂ ബുക്സ്? ജോസിന് പുതിയ ബുക്കുകളുണ്ടോ എന്ന് ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും. ജോസിന് പുതിയ ബുക്കുകളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡസ് ജോസ് ഹാസ് ന്യൂ ബുക്സ്, ജോസിന് പുതിയ ബുക്കുകളുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ അങ്ങനെ ശീലിക്കുക. ഹാസ് ജോസ് ന്യൂ ബുക്സ് എന്ന് ചോദിക്കാതെ ഡസ് ജോസ് ഹാസ് ന്യൂ ബുക്സ് അങ്ങനെ ചോദിച്ച് പഠിക്കുക. അതേപോലെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഹീ ഡസൻ ഹാവ് എ റെഡ് ബൈക്ക്. ഹീ ഡസൻ ഹാവ് എ റെഡ് ബൈക്ക്, അതായത് എൻ്റെ ഒരു സുഹൃത്തിന് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു അവനൊരു ചുവന്ന ബൈക്ക് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുക ഹീ ഡസൻ ഹാവ് എ റെഡ് ബൈക്ക്, അവന് ചുവന്ന ബൈക്കുകളില്ല എന്ന് ഞാൻ പറയുകയാണ്. അവന് ചുവന്ന ബൈക്കുകൾ ഉണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാം. അവിടെ ഹാസ് വെച്ചാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ സെൻറ്റൻസ്, ഹാസ് വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഹാസ് വെച്ച് എനിക്ക് വേണേ നോ അവന് ബൈക്കുകളില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് അതിന് ചേർത്ത് എഴുതിയിരിക്കുന്നത്. ഹി ഹാസ് നോ ബൈക്ക്, ഹി ഹാസ് നോ റെഡ് ബൈക്ക്, അവന് റെഡ് ബൈക്ക് ഇല്ല എന്നെനിക്ക് ഹാസ് വെച്ച് ചേർത്ത് പറയാൻ പറ്റും. പക്ഷേ നമ്മളങ്ങനെ പൊതുവെ പറയാറില്ല, ഡസ് വെച്ചാണ് ചേർക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹി ഡസൻ ഹാവ് എ റെഡ് ബൈക്ക്, അവന് ചുവന്ന ബൈക്കില്ല എന്ന് ഞാൻ ഡസ് വെച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അത് നെഗറ്റീവ് ഫോംസ് യൂസ് ചെയ്യാൻ കൂടുതലായിട്ട് ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യും. സോ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞ ശീലമുള്ളത്. സോ നിങ്ങളും അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. കാരണം നമ്മൾ കൂടുതൽ കേൾക്കുന്നത് അതായിരിക്കും, നമുക്ക് സംസാരിക്കാനും റീപ്ലൈ കൊടുക്കാനും അതായിരിക്കും എളുപ്പം. സോ അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെക്ഷൻ. ഹാസിൻ്റെ കുറച്ച് ഐഡിയാസും കുറച്ച് വെറൈറ്റി സെൻറ്റൻസുകളും കുറച്ച് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഗ്രാമർ സെക്ഷൻ ജസ്റ്റ് കേട്ട് വിട്ട് കളയുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രാമർ സെക്ഷൻ ആയാലും കേട്ട് വിട്ട് കളയുക. കാരണം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. ഗ്രാമർ സ്ട്രക്ചർ അതേപോലെ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് റിവൈസിങ്ങിൽ കൂടെയാണ്. എക്സാക്റ്റ് റിവൈസിങ് നമ്മൾ ഇംഗ്ലീഷ് റിവൈസ് കണ്ടിന്യൂസ് റിവൈസിൽ കൂടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാവ് തുടങ്ങുന്നതായിരിക്കും. ഹാവിൻ്റെ ബേസ് സെൻറ്റൻസ് മുതൽ പയ്യെ നമ്മൾ ഹാസിൻ്റെ കുറച്ച് വെറൈറ്റി സെൻറ്റൻസിലൂടെ നമ്മൾ കയറുന്നതായിരിക്കും. അപ്പോൾ ഹാവ് നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങും. സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.